ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള മലയാളികൾക്ക് ഔചിത്യബോധം വരാൻ ഇനി എത്ര കാലം എടുക്കും? എന്റെ സംശയം ഇനിയും ഔചിത്യബോധം വരാൻ, തിരിച്ചറിവും ബോധവും സ്ഥലകാല ബോധവും വരാൻ എത്ര കാലം എടുക്കും? അവിടെ ഒരുത്തന്റെ പ്രിയപ്പെട്ട അച്ഛനാണ് മരണപ്പെട്ട് കിടക്കുന്നത്. അവനൊന്ന് സ്വതന്ത്രമായിട്ട് കരയാനുള്ള അവസരമെങ്കിലും കൂടി. മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വകാര്യതയാണ് അവന്റെ വിഷമം ഒന്ന് പങ്കുവെക്കാൻ, അവർക്കൊന്ന് കരയാൻ, ഒന്ന് മനസ്സ് പൊട്ടി അവർക്കൊന്ന് വിതുമ്പാനുള്ള അവസരം കൊടുക്കും. അവന്റെ കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ ക്യാമറ കൊണ്ട് കുത്തിക്കയറ്റുകയാണ്. എന്തോ ഒരു അവസ്ഥയാണെന്ന് പറ. എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ട പച്ചത്തെറി വിളിക്കുന്ന കുറെ ടീമുകൾ ആ സലിംകുമാർ ഏട്ടന്റെ മൃതശരീരത്തിന് ചുറ്റും കിടന്ന് കറങ്ങാണ് ക്യാമറ കണ്ടി പതിയാൻ വേണ്ടി. ആരൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തൊരു നിലവാര തകർച്ചയുടെ ഇതൊക്കെ. സലിംകുമാർ ഏട്ടന്റെ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ സ്വന്തം മകൻ ശുഭിതനായി സംസാരിക്കേണ്ട സാഹചര്യം വരികയാണ്. ചില ആളുകളൊക്കെ പറയുന്നത് എന്താണ് ഇത് ചൂടാകുന്നത്, അഹങ്കാരമാണോ? അങ്ങനൊന്നും ചോദിക്കല്ലേ. അദ്ദേഹത്തിന്റെ നിസ്സഹായതയാണ്. സ്വന്തം പിതാവിനെ ഒന്ന് അടക്കം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രൂപത്തിലേക്ക് അങ്ങനത്തെ തിക്കും തിരക്കും ഈ വീഡിയോ പിടുത്തവും ഈ കണ്ണീരൊപ്പലും ഒക്കെ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കത്തില്ലേ? ഒന്നാമത് സ്വന്തം പിതാവ് പോയതിന്റെ ദണ്ണവും വിഷമവും ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ കിടന്ന് അലതല്ലുമ്പം അതിനിടയ്ക്ക് ഈ മാതിരി കോമാളിത്തരം. ഇതിനകത്തൊന്നും ആത്മാർത്ഥം ഉണ്ടാണോ? ഇതൊന്നും ആത്മാർത്ഥമല്ലെന്നേ. അവനവന്റെ ചാനലിലേക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഏതെല്ലാം ആംഗിൾ ഈ മനുഷ്യന്മാരുടെ കണ്ണീര് മുഴുവൻ ഒപ്പിയെടുത്ത് എന്തിനാണ് ഈ നാടകം, ഈ പ്രഹസനമൊക്കെ? നമ്മളിതൊക്കെ നിർത്തണമെന്നേ. ഒരു സമയത്ത് ഇതുപോലെ തന്നെ മമ്മൂട്ടി ഒരു മരണ വീട്ടിൽ ഇങ്ങനെ പങ്കെടുത്തപ്പോൾ പച്ചക്കയാൾ ചൂടായി. അദ്ദേഹം പരസ്യമായിട്ട് ചൂടായി ഈ മീഡിയകളോട്. ഇവിടെ മരണ വീട്ടിലെങ്കിൽ നിങ്ങൾ കുറച്ച് ഔചിത്യം കാണിക്കാനാ പറഞ്ഞു. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കയറി വരുമ്പം മരണ വീട്ടിൽ വെച്ച് ശാലണിയിക്കാൻ പോകുന്നു. സീമ ചൂടായി, വേണ്ടെന്ന് പറഞ്ഞു. ഈ ഔചിത്യം നമുക്കൊക്കെ ഉണ്ടാകണമെന്നേ. നമ്മുടെ ഇന്നത്തെ ഈ വർത്തമാനകാലത്ത് പല മരണ വീടുകളിൽ ചെന്നാലും ഈ ഔചിത്യമില്ലായ്മയുണ്ട്. അപ്പം പല മതത്തിൽപ്പെട്ട മനുഷ്യർക്കും അവരുടേതായ മതാചാര പ്രകാരമുള്ള അടക്കൊക്കെ ഉണ്ട്. അപ്പം അവിടെ വന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാനും അവരുടെ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക, ഒച്ചത്തിൽ സംസാരിക്കുക, ബഹളം ഉണ്ടാക്കുക, കളിയും തമാശയും ചിരി. ഇതൊക്കെ ഇപ്പം മരണ വീട്ടിൽ ഇതൊക്കെ ഒരു പതിവാണ്, കളിയും ചിരിയൊക്കെ. ഇതൊക്കെ നമ്മൾ നിർത്തണം. നമ്മളൊക്കെ പോവും. ഈ വിട പറഞ്ഞു പോയ മനുഷ്യൻ സമൂഹത്തോട് നൽകിയ, അദ്ദേഹത്തിനും മതവിശ്വാസികളെയും മതത്തെയൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി. പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ നമുക്ക് നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ഞാൻ പറയാം. ജോൺ ബ്രിട്ടാസിനോട് ഒരു ഇന്റർവ്യൂ പറയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സന്ദർഭം. ഒരിക്കൽ അദ്ദേഹം ധാരാളം സിനിമകളെ കൊണ്ട് ധാരാളം സമ്പാദിക്കുന്ന സമയത്ത്, നല്ല പൈസ ഒക്കെ ഉള്ള ടൈമിൽ കൂട്ടുകാരന്റെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. ഇപ്പൊ എന്താണ് ജീവിതത്തിൽ വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറഞ്ഞേ, സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ നടന്ന് ആ വാതിലിന്റെ പടി വരെ പോകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ